ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം തുറന്നാൽ എവിടെ നോക്കിയാലും നമ്മുടെ 3 പാനൽ കുർത്തിയുടെ ആ ഒരു തരംഗമാണല്ലേ ഈ തമ്പനയിലിൽ കണ്ടതുപോലെ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും അതിൻ്റെ കട്ടിങ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാവേ. ഈ മെറ്റീരിയലിൻ്റെ ആ ഒരു വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ്. ഇത് നമ്മൾ ഒരു 2 ഫോൾഡിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 22 ഇഞ്ചാണ്. അതാണ് ഞാനിവിടെ ഫസ്റ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ 2, 3 കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ അതൊന്ന് ആദ്യം മെൻഷൻ ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ആദ്യം ഒന്ന് ലെവൽ ചെയ്തൊന്ന് വരച്ചെടുക്കാവേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ആ ഒരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് ഇറഗുലർ പോലെ നിപ്പുണ്ട്, കുറച്ച് മെറ്റീരിയലൊക്കെ അങ്ങനെ നിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ ഒന്ന് ഒരു ലൈൻ വരച്ചത്. ഇനി നമുക്കിതിൻ്റെ ആദ്യം തന്നെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പും ആൻഡ് ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു 51 ഇഞ്ച് ലെങ്താണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാൻ അതിന് ഒരു 52 ഇഞ്ച് നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ നടുവിലത്തെ പാനലാണ്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ നെക്കൊക്കെ വരുന്നത്. അപ്പോൾ ഒരു 4.5 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഇതുപോലെ ഒരു 15 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 15 ഇഞ്ചിലേക്ക് നമ്മൾ 4.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തേ. ഇനി അത് തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ഒരു 8 ഇഞ്ച് ഷോൾഡർ വരുന്ന ഒരു ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി 4 ഇഞ്ച്, പിന്നെ 1/2 ഇഞ്ച് അതിൻ്റെ തയ്യൽ തുമ്പ്, അങ്ങനെയാണ് ഈ 4.5 നമ്മൾ മാർക്ക് ചെയ്തത്. പിന്നെ ഈ താഴ്ഭാഗത്ത് നമ്മളൊരു 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, 4ൻ്റെ ഇരട്ടി. അത് നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങോട്ട് നീക്കിയെടുക്കാം. ഇനിതാ നമ്മൾ ആ ഒരു ലൈൻസ് എല്ലാം കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്ത് വരയ്ക്കുവാണ്. പിന്നെ താഴത്തെ ആ 12 ഇഞ്ച് എത്ര വേണമെങ്കിലും നീക്കിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അതിന് അപ്പുറത്തേക്ക് വരുന്ന ആ പീസിൽ നിന്നാണ് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ബാലൻസ് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത് കണക്കാക്കി തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഒരുപാട് അങ്ങ് നീക്കിയെടുക്കാനും പാടില്ല. അത് തികയുമോ നോക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം മുഴുവൻ നമുക്ക് ഈ ഒരു ഫ്ലെയർ വരുന്ന എത്ര വീതി വേണോ അത്രയും വീതിയിലോട്ടാക്കാം. അതല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് അങ്ങോട്ടേക്ക് നീക്കിയെടുക്കാൻ പറ്റത്തില്ലേ. ഇനി 60 ഇഞ്ചിൻ്റെ വീതിയൊക്കെയുള്ള തുണിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്ലെയറിൽ നീക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഈ വന്നിരിക്കുന്ന പീസുകളുണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പീസ്, ആ ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തിരിച്ചുകൊണ്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാവേ. ഇനി ഈ നമ്മളുടെ ആ ഒരു തുണിയുടെ അരികു വശം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പം ആ ഒരു ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ അരികു വശം വരുന്ന ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി ഇവിടെയാണ് നമ്മളിനി ആ ഒരു അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പീസും കൂടി കൊണ്ടുവച്ചിരിക്കുന്നത്. ആ ഒരു ലെവലിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ബാക്കി പോർഷൻസൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം 8 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. ഇനിയൊരു 4 ഇഞ്ച് കൂടി നമുക്ക് വേണം. അപ്പം 4ൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ടാണ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാ നമ്മുടെ കുർത്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ താഴേക്ക് ആം ഹോൾ റൗണ്ട് അതെല്ലാം നമ്മൾ സാധാ നോർമൽ നമ്മുടെ കൈക്കുഴിക്കൊക്കെ അടയാളപ്പെടുത്തുന്നത് എല്ലാം അടയാളപ്പെടുത്തി എടുക്കണേ. പിന്നെ ചെസ്റ്റിൻ്റെ പോർഷൻ അതെല്ലാം നമ്മൾ നോർമൽ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ 15 ഇഞ്ച് നമ്മൾ താഴേക്ക് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും ഈ ഒരു പീസിൽ. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എത്ര ഫ്ലെയർ കിട്ടുന്നോ ആ ഒരു ഫ്ലെയറിലേക്ക് അങ്ങ് ഏലൈൻ പോലെ അങ്ങ് ചരിച്ച് കട്ട് ചെയ്തെടുക്കത്തതേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതെല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഇനി അഥവാ വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ കൈക്കുഴിയൊക്കെ വെട്ടുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പം ഞാൻ അതിൻ്റെ അനുസരിച്ചിട്ട് ആ ഒരു ചെയ്ത് കാണിച്ചു തരാം അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ ചെസ്റ്റിൻ്റെ പോർഷനൊക്കെ മാർക്ക് ചെയ്തിട്ട് അത് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കുവാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇടേണ്ട കാര്യം മറന്നു പോകരുത്, അത് മാത്രമാണ്. ഇനി ഇതുപോലെ ഒരു 15 ഇഞ്ച് നമ്മൾ താഴേക്ക് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ താഴേക്ക് ആ ഒരു ഫ്ലെയർ എടുക്കുന്നത്.
ഇത് നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി ഇനി താത്തി അങ്ങനെ ഫ്ലെയർ വന്നാൽ മതിയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ താഴോട്ട് നീക്കി ഇടാനും സാധിക്കുമേ. ഞാൻ ചില ചുരിദാറിലൊക്കെ കണ്ടിട്ടുണ്ട്, റെഡിമെയ്ഡിലൊക്കെ കുറച്ചും കൂടി താഴോട്ട് നീങ്ങിയാണ് ആ ഒരു നമുക്ക് ആ ഒരു ഫ്ലെയർ വരുന്നത്. പക്ഷേ 15 ഇഞ്ചിൽ തുടങ്ങുന്നതാണ് എനിക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതാ നമ്മളത് മാർക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഷേപ്പും ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനോട് നമ്മൾ മാർക്ക് ചെയ്ത് ഇതുപോലെ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് എത്ര തുണി അതിൽ വീതിയുണ്ടോ ആ ഒരു വീതിക്കനുസരിച്ച് ഇതേപോലെ സൈഡിലേക്ക് അങ്ങ് ചെന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പം ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഈ ഒരു പാനൽ കുർത്തി ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്തെല്ലാം പൈപ്പിങ്ങും കൂടെ ചേർത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നെന്നുള്ളത്. ഇനി നമുക്ക് ഈ പാനൽസ് വന്ന ആ ഒരു രീതി ഞാനൊന്ന് കാണിച്ചു തരാം, ഒന്ന് നിവർത്തിയിട്ടിട്ട് കാണിച്ചു തരാവേ. ഇതുപോലെയാണ് നമുക്ക് നടുവിലത്തെ ആ ഒരു 2 പീസ് കിട്ടിയിട്ടുള്ളത്, ഒരു ഫോൾഡ് വരുന്ന പീസ്. ഇവിടെയാണ് നമ്മൾ ആ ഒരു നെക്കൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത്, ആ ഒരു ഭാഗത്താണ്. ഇനി ഇതിൻ്റെ സൈഡിലേക്കുള്ള വശങ്ങൾ ഇതുപോലെയാണ്, 4 പീസ് കാണും. അത് നമ്മൾ ഇതുപോലെയാണ് വെക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഏകദേശം ഈ ഒരു പാനൽ കട്ട് കുർത്തി ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു 44 ഇഞ്ച് വിടുത്തുള്ള തുണിയെങ്കിലും നമുക്ക് വേണ്ടി വരുവേ. അതിൽ കുറവ് വിടുത്തുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഫ്ലെയർ കുറവായിരിക്കും, അതിൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകദേശം ഈ ഒരു വിടുത്തുള്ള മെറ്റീരിയൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു പാനൽ കട്ടിലൊക്കെ വരുന്ന കുർത്തികൾ സ്റ്റിച്ച് ചെയ്യുകയുള്ളൂ, എങ്കിലേ കാണാനൊരു ഭംഗിയാണത്തുള്ളത്. പിന്നെ അടുത്ത് നമ്മൾ ഒരു സ്ലീവാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ലെങ്ത് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു ലെങ്ത് ആദ്യം മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇവരുടെ ആ ഒരു ആം ഹോൾ വരുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 18 ഡയറക്റ്റ് കയറി 9 ഇവിടെ മാർക്ക് ചെയ്യരുത്, അവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 8.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണമേ. എന്നിട്ട് ആ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം. എന്നിട്ട് ആ ലൈനിൽ 9.5 ഇഞ്ച് 9 ഇഞ്ച് എവിടെയാണോ വരുന്നത് നമ്മൾ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണേ. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻറ്റ് ചെയ്ത് ഇതുപോലെ ചരിച്ച് നമ്മളൊരു വരയ്ക്കണം. ഇനി അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യണമേ. ഈ ചരിച്ച് വരച്ച 9 ഇഞ്ചിൻ്റെ പകുതി ഒരു 4.5 ഇഞ്ച്, പിന്നെ അതിൻ്റെ പകുതി ഒരു 2.25 ഇഞ്ച് വീതം നമുക്ക് 2 സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മൾ ഈ 9 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്താണ് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി ഈ മുകൾ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് നീക്കി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ 2.25 വരച്ചെടുത്ത് മുകളിലും ഒരു 1/4 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യണം. അതേപോലെ താഴ്ഭാഗത്ത് ആ 2.25ൻ്റെ താഴോട്ട് നീക്കി നമ്മൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണേ. ഞാൻ ഈ പിക്ചറിൽ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ട് ആ 1 ഇഞ്ചിൽ നമ്മൾ അങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി എടുക്കണമേ. അപ്പം ഞാനിതിൽ വരച്ചത് നിങ്ങൾ കണ്ട് കാണുമല്ലോ, ആ ഒരു രീതിയിലാണ് നമ്മൾ സ്ലീവിന് ഷേപ്പ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് തന്നെ ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ സ്ലീവിൻ്റെ മാത്രം വീഡിയോ വേണമെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ എക്സസ് വന്ന പീസുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളേ. ബായ്.